എല്ലാവർക്കും സുമി കിഡ്സ് ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വിഷമ ഭിന്നത്തെ എങ്ങനെയാണ് മിശ്രഭിന്നമാക്കി എഴുതുന്നത് എന്നതാണ്. വളരെ എളുപ്പമാണ്. നമുക്ക് നോക്കിയാലോ? ഇടയ്ക്ക് നോക്കിക്കേ. 8/5. ഇത് എന്ത് ഭിന്നമാണ്? വിഷമ ഭിന്നമാണ് അല്ലേ? എങ്ങനെയാണ് ഈ ഭിന്നം വിഷമ ഭിന്നമാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായത്? ഇതിന്റെ ഛേദം എന്താ? 5 അല്ലേ? 5 ഛേദവും 8 അംശവുമാണ് അല്ലേ? ഛേദം അംശത്തെക്കാൾ ചെറുതാണ്, അംശം വലുതാണ് അല്ലേ? അപ്പോൾ ഇത് വിഷമഭിന്നമായി. ഇതാണ് വിഷമഭിന്നം അല്ലേ? 8/5 എന്നുള്ളത് നമുക്ക് 8/5 എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹരണക്രിയ കൂടിയാണ് അല്ലേ? 8/5 എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ക്രിയ ചെയ്യുന്നത്? 8 എഴുതി, ഇതുപോലെ എഴുതി, ഇങ്ങനെ എഴുതി അല്ലേ? 8 എന്നുള്ളത് ഹാര്യമാണ്, 5 എന്നുള്ളത് ഹാരകമാണ്. 8ൽ 5 ഒരു പ്രാവശ്യം അല്ലേ? 5. ഇനി 8ൽ നിന്നും 5 കുറയ്ക്കുന്നു. അപ്പോൾ 3 കിട്ടുന്നു. അപ്പോൾ ശിഷ്ടം 3 കിട്ടുന്നു അല്ലേ? ഇതിനെ എങ്ങനെയാണ് ഭിന്നമായി എഴുതുന്നത്? ഈ 1 എന്നുള്ളത് എന്താ? ഹരണഫലം അല്ലേ? ഹരണഫലം നമ്മൾ എഴുതുന്നു. അതാണ് പൂർണ്ണസംഖ്യയായിട്ട് എഴുതുന്നത്. ഈ 3 എന്നുള്ളത് എന്താണ്? ശിഷ്ടമാണ് അല്ലേ? ശിഷ്ടം മുകളിൽ എഴുതുന്നു, അംശമായി എഴുതുന്നു. ഈ 5 എന്നുള്ളത് ഹാരകമാണ്, ഡിവൈസർ ആണ് അല്ലേ? അപ്പോൾ ഈ 5 എന്നുള്ളത് ഛേദമായി എഴുതുന്നു. ഇത്രയുള്ളൂ. ഹരണഫലം പൂർണ്ണസംഖ്യയായിട്ട് എഴുതുന്നു, ശിഷ്ടം അംശമായി എഴുതിയിട്ട് ഹാരകം അഥവാ ഡിവൈസർ ഛേദമായിട്ട് എഴുതുന്നു. അപ്പോൾ ഇത് 1 3/5 എന്നുള്ള ഒരു മിശ്രഭിന്നമായി മാറി. 8/5 എന്നുള്ള വിഷമഭിന്നത്തെ നമ്മൾ എങ്ങനെയാണ് മിശ്രഭിന്നമാക്കിയത്? 1 3/5 അല്ലേ? ഇതിനു മുൻപേ ഉള്ള ക്ലാസ്സിൽ നമ്മൾ ഒരു മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? 5 ഗുണം 1 5, 5 പ്ലസ് 3 സമം 8. അംശം 8 ആണ്, ഛേദം അതുപോലെ എഴുതി 8/5 അല്ലേ? ഇനി വേറൊന്ന് നോക്കിക്കേ. 7/3. ഈ വിഷമഭിന്നത്തെ നമ്മൾ എങ്ങനെയാണ് ഹരണക്രിയ രൂപത്തിൽ എഴുതുന്നത്? 7 ഹരിക്കണം 3, 3 2 പ്രാവശ്യം 6, ശിഷ്ടം 1 അല്ലേ? ഇങ്ങനെയല്ലേ? അപ്പോൾ ഇത് എങ്ങനെയാണ് മിശ്രഭിന്നമായി എഴുതുന്നത്? ഇതിൽ ഹരണഫലം എത്രയാണ്? 2 അല്ലേ? 2 പൂർണ്ണസംഖ്യയായിട്ട് എഴുതുന്നു. ശിഷ്ടം എത്രയാ? 1 അല്ലേ? 1 എന്നുള്ളത് അംശമായിട്ട് എഴുതുന്നു. ഈ 3 എന്നുള്ളത് ഹാരകമാണ്, അതിനെ ഛേദമായിട്ട് എഴുതുന്നു. 7/3 എന്നുള്ള വിഷമഭിന്നത്തെ 2 1/3 എന്നുള്ള മിശ്രഭിന്നമായി നമ്മൾ എഴുതി. 9/5 എന്നുള്ള വിഷമഭിന്നത്തെ കൂട്ടുകാർ വേണം ഇനി മിശ്രഭിന്നമാക്കാൻ. എങ്ങനെ എഴുതും? 9 ഹരിക്കണം 5. 5ൽ 9 ഒരു പ്രാവശ്യം. 9ൽ നിന്നും 5 കുറച്ചാൽ 4 അല്ലേ? ഇവിടെ ഹരണഫലം എത്രയാണ്? 1, ശിഷ്ടം 4, ഹാരകം 5. അപ്പോൾ 9/5 എന്നുള്ള വിഷമഭിന്നത്തെ 1 4/5 എന്നുള്ള മിശ്രഭിന്നമായി നമ്മൾ എഴുതി അല്ലേ? 6/5 എന്നുള്ള വിഷമഭിന്നത്തെ 6 ഹരിക്കണം 5 എന്നെഴുതുന്നു.
6ൽ 5 ഒരു പ്രാവശ്യം. ശിഷ്ടം 1 അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന മിശ്രഭിന്നമാണ് 1/5. വളരെ എളുപ്പമാണ് അല്ലേ? കൂട്ടുകാരെ, വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കാൻ വളരെ എളുപ്പമല്ലേ? കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്തു കൊടുക്കണം. അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.